أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين أما بعد فصل في شروط الصلاة നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പറയുന്ന ഫസലാണ്. ഷർത്തുകൾ, ഫറലുകൾ ഇത് രണ്ടും നിസ്കാരത്തിന് നിർബന്ധമാണ്. ഫറലാകുമ്പോൾ അത് നിസ്കാരത്തിൻ്റെ ഉള്ളിലാകും, ഷർത്താകുമ്പോൾ അത് നിസ്കാരത്തിൻ്റെ പുറത്ത് പാലിച്ചുകൊണ്ട് ഉള്ളിൽ നിലനിൽക്കേണ്ട കാര്യങ്ങളാണ്. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അത് നിലനിൽക്കണം, അതേ സമയത്ത് നിസ്കാരത്തിൻ്റെ പുറത്താണ് ചെയ്യാനുള്ളത്. ഫറലാകുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള ഘടകങ്ങളാണ്. രണ്ടായാലും നിർബന്ധമാണ്. വഹിയ ഹംസത്തുൻ 5 ഷർത്തുകളാണ്. അൽ അവ്വലു അതിൽ നിന്ന് ഒന്നാമത്തത് മഅരിഫത്തു ദുഖൂലിൽ വഖ്തി സമയം കടന്നെന്ന് അറിയലാണ്. ഒരു സുമാർ രണ്ട് സമയം ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ പോരാ, സമയം അയക്കണ് എന്ന് ഉറപ്പാവണം. അതാണ് മഅരിഫത്തു ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചെന്ന് അറിയലാണ്. അസാനി രണ്ടാമത്തെ ഫർള് ഇസ്തിഖ്ബാലുൽ ഖിബിലത്തി, ഖിബിലക്ക് മുന്നിടലാണ്. ഖിബിലയുടെ ഭാഗത്തേക്ക് മുന്നിടണം. ഇല്ലാഫി സ്വലാത്തി ഷിദ്ദത്തിൽ ഖൗഫി, പേടി ശക്തിയായവൻ്റെ നിസ്കാരത്തിലൊഴികെ. ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യുന്ന സമയത്തും ഫറലായ നിസ്കാരം നിസ്കരിക്കണം. അപ്പം പിന്നെ ഖിബിലാക്ക് തിരിയുമ്പോൾ ബാക്കിന്ന് വന്ന് വിട്ടുകിട്ടും. അവിടെ ഖിബിലാക്ക് തിരിയണമെന്നില്ല, എവിടേക്കാണോ ഓടണത്, എങ്ങനെയാണോ നിൽക്കണമെങ്കിൽ അങ്ങനെ വേഗമാണ് നിസ്കരിക്കുക. അതാണ് ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം. ആ നിസ്കാരത്തിലൊഴികെ വനഫിലി സഫരിൻ മുബാഹിൻ, ഹലാലായ യാത്രയുടെ സുന്നത്ത് നിസ്കാരത്തിലൊഴികെയും. നമ്മളൊരു യാത്ര നടത്തുകയാണ്, ആ യാത്ര ഹറാമൊന്നുമല്ല, ഹലാലായ യാത്രയാണ്. ആ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലാക്ക് തിരിഞ്ഞോളന്നില്ല. അപ്പോൾ ട്രെയിനിലും വണ്ടിയിലും കാറിലൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിസ്കരിച്ചു കൊണ്ട് പോകാം. ചില ആളുകൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, നിസ്കരിക്കണമുണ്ടാവും. നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും ഇരുന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. ഫർദ് നിസ്കാരത്തിലല്ലേ നിൽക്കൽ നിർബന്ധമുള്ളൂ. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കും, അതോടൊപ്പം തന്നെ ഏത് ഭാഗത്തേക്കും തിരിയാം. വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ നിസ്കരിക്കാറുണ്ട് ചില ആളുകൾ. ഏതാവട്ടെ, അവിടെ ഖിബിലാക്ക് തിരിയൽ നിർബന്ധമില്ല ഹലാലായ യാത്രയുടെ സുന്നത്ത് നിസ്കാരത്തിൽ. അസാലിസു മൂന്നാമത്തെ ഷർത്ത് സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്. ഔറത്തുർ റജുലി, പുരുഷന്റെ ഔറത്ത്, വൽ അമത്തി, അടിമ സ്ത്രീയുടെയും ഔറത്ത്. അടിമ സ്ത്രീ എന്ന് പറഞ്ഞ കാലത്ത് അവിടെ ഇല്ല. മുമ്പ് പെണ്ണുങ്ങളെ വില കൊടുത്ത് വാങ്ങും, പൈസക്ക് വാങ്ങും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിനാണ് അടിമ എന്ന് പറഞ്ഞത്. ഇപ്പം അടിമ സമ്പ്രദായം ഇല്ല. ഈ അടിമ സ്ത്രീയുടെയും പുരുഷന്റെയും ഔറത്ത് മാബൈന സുറത്തി റുക്കുബത്തി, മുട്ടുപുക്കിളിയുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. മുട്ടു തൊട്ട് പുക്കിളി വരെയുള്ള ഇടം. ആ ഇടം പൂർണ്ണമായും എന്താണ്, ഔറത്താണ്. അപ്പം അത് മറക്കൽ നിർബന്ധമാണ്. ഔറത്തുൽ ഹുറത്തി, സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത്. സ്വതന്ത്ര സ്ത്രീ എന്ന് പറഞ്ഞാൽ അടിമയല്ലാത്ത സ്ത്രീ. നേരത്തെ പറഞ്ഞ അടിമയല്ലാത്ത സ്ത്രീ, സാധാരണ നമ്മളെ സ്ത്രീകൾ, അവര് മാ സിവൽ വജ്ഹി വൽ കഫൈനി, മുങ്കയും മുഖവും ഒഴിച്ചുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ നിസ്കാരത്തിലുള്ള ഔറത്താണ് പറഞ്ഞിട്ടോ, നിസ്കാരത്തിലുള്ള ഔറത്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മുങ്കയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഔറത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് പല ഘടകങ്ങളാണ്. പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും മാറും. നിസ്കാരത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഔറത്ത്. അന്യപുരുഷന്റെ മുമ്പിൽ മുഴുവൻ ഔറത്താണ്. അതുപോലെ തന്നെ അന്യമതസ്ഥയായ സ്ത്രീകൾ, ആ സ്ത്രീകളുടെ മുന്നിൽ സ്ത്രീകൾക്ക് ഔറത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, സാധാരണ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കയ്യൊക്കെ ഒന്ന് പൊക്കി വെക്കും, കാലൊക്കെ ഒന്ന് കയറ്റി വെക്കും. ഈ സമയത്ത് ഔറത്ത് വെളിവാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് അന്യമതസ്ഥയായ സ്ത്രീകൾക്ക് കാണാവുന്നതാണ്. അല്ലാത്ത തലമുടിയോ മറ്റ് സ്ഥലങ്ങളൊന്നും സ്ത്രീയുടെ മുന്നിൽ, അന്യമതസ്ഥയായ സ്ത്രീയുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഹറമായ പുരുഷൻ, എളാപ്പ, മൂത്താപ്പ, വാപ്പ, ആങ്ങള പോലെയുള്ള മഹറമായ പുരുഷന്റെ മുന്നിലുള്ള ഔറത്ത് പുരുഷന്റെ ഔറത്താണ്. എന്ന് പറഞ്ഞാൽ മുട്ടുപുക്കിളിയുടെ ഇടയിലുള്ള സ്ഥലമാണ്. അത് അവർക്കും കാണാൻ പാടില്ല. ബാക്കിയുള്ള സ്ഥലം അവർക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ സ്ത്രീയുടെ ഔറത്ത് പല വിധേനയാണ്.
ഏതായാലും ഔറത്ത് മറക്കലാണ് മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് റാബിഉ, നാലാമത്തെ ഷർത്ത് തഹാറത്തുൽ ഹദസി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കലാണ്. അൽ ഖാമിസു, അഞ്ചാമത്തെ ഷർത്ത് തഹാറത്തുൽ ബദനി, ശരീരം ശുദ്ധിയായിരിക്കലാണ്. വസ്സൗബി, വസ്ത്രവും ശുദ്ധിയായിരിക്കലാണ്. വൽ മക്കാനി, നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കലാണ്. അനിൻ നജാസത്തി, നജസുകളെ തൊട്ട്. വഹിയ, ഈ നജസാകുന്നത് ബൗലുൻ, ഒന്ന് മൂത്രമാണ്. വറൗസുൻ, കാഷ്ടമാണ്. വമദിയുൻ, മദിയാണ്. വവദിയുൻ, വദിയുമാണ്. മദിയും വദിയും തമ്മിലുള്ള വ്യത്യാസം, മദി എന്ന് പറയുന്നത് വികാരം കൂടുന്ന സമയത്ത് പുറപ്പെടുന്ന സംഗതിയാണ്. വികാരം ഊർജിക്കുന്ന സമയത്ത് ഇന്ദ്രിയമല്ലാത്ത തന്നെ അതിൻ്റെ മുമ്പന്നെ എന്ത് ചെയ്യും, ഒരു നനവുള്ള സാധനം ഉണ്ടാവും. അതാണ് മദി എന്ന് പറയുന്നത്. വദി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ശരീരം ക്ഷീണിച്ചാൽ മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വരും ഒരു കട്ടിയുള്ള വെള്ളം. അതിനാണ് വദി എന്ന് പറഞ്ഞത്. ഇത് രണ്ടായാലും നജസാണ്. വ കൽബിൻ, നായയുമാണ്. വ ഖിൻസീരിൻ, പന്നിയുമാണ്. വ ഖംറിൻ, കള്ളുമാണ്. കള്ള് നജസാണ്. വ ഖൈഇൻ, ഛർദിച്ചത്. വ ദമിൻ, രക്തം. വ ഖൈഹി, ചലം, രക്തം, ചലം. സ്വദീദ്, ചീഞ്ചലം, ഒന്നുകൂടി കട്ടിയുള്ള വളരെ മ്ലേച്ഛമായ ചലത്തിനാണ് സ്വദീദ്, ചീഞ്ചലം എന്ന് പറയാം. ഓ മൈത്തത്തിൻ, ശവം പോലെ. മൈത്തത്തിൻ, ശവവുമാണ്. വൈരി ആദമീയൻ, മനുഷ്യൻ്റേതല്ലാത്തത്. മനുഷ്യൻ മരിച്ചാൽ നജസല്ല. ഓ സമക്കിൻ, മത്സ്യമല്ലാത്തതും. മത്സ്യം മരിച്ചാൽ എന്താവൂല, മത്സ്യം മരിച്ചാൽ എന്താവില്ല, നജസാവില്ല, ചത്ത മത്സ്യം. ജറാദിൻ, വെട്ടുകിളി. അറബി നാട്ടിലൊക്കെ ഉള്ള ഒരു സൈസ്, നമ്മുടെ നാട്ടിൽ പച്ചപ്പുജി എന്ന് പറയും, അങ്ങനത്തെ വലിയ സാധനം. അതിനാണ് ജറാദ് എന്ന് പറയാം. ഈ ജറാദ് ആവട്ടെ, മത്സ്യമാവട്ടെ, മനുഷ്യനാവട്ടെ, മരിച്ചു പോയാൽ അത് നജസല്ല. അതല്ലാത്ത ശവങ്ങളെല്ലാം നജസാണ്. വയുൾഫ, അഫവ് ചെയ്യപ്പെടും, മാഫ് നൽകപ്പെടും. അൻ ദമി നഹവി ബർഗൂസിൻ, ബർഗൂസ് പോലത്തതിൻ്റെ രക്തത്തെ തൊട്ട്. ബർഗൂസ് എന്ന കൊതുക്. ഈ കൊതുകിൻ്റെ രക്തം അത് നജസന്നെയാണ്, പക്ഷെ മാഫ് നൽകപ്പെടും. അതുപോലെ തന്നെ ദുമ്മല് എന്ന ചോരക്കുരു. ചില ആളുകൾക്ക് ചോരക്കുരു എന്ന് പറഞ്ഞിട്ട് കുരു ഉണ്ടാവും. ആ കുരുവിൻ്റെ രക്തം നജസന്നെയാണ്, പക്ഷെ കുറച്ചൊക്കെ ആയാലും അത് അഫു ചെയ്യപ്പെടും. വറൗസി ഖുഫാസിൻ, ഖുഫാഷ് എന്ന നരച്ചീളിൻ്റെ കാഷ്ടം. വ ബൗലിഹി, അതിൻ്റെ മൂത്രം. ഇതുപോലത്തതെല്ലാം എന്ത് ചെയ്യും, അഫു ചെയ്യപ്പെടും. ഫസ്ലും ഫി മുബ്തിലാത്തി സ്വലാത്തി, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഫസലാണ്. വഹിയ ഖംസത്തുൻ, അത് 5 5 കാര്യമാണ് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. അഹദുഹ, അതിൽ നിന്ന് ഒന്ന് തെർക്കു റുക്നിൻ മിൻ അർക്കാനിഹ, നിസ്കാരത്തിൻ്റെ ഫർദിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫർദിനെ ഉപേക്ഷിക്കൽ. അത്താനി, രണ്ടാമത്തത് ഇഖ്ലാലു ഷർത്തി മിൻ ഷുറൂത്തിഹ, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്തിനെ ഭംഗം വരുത്തുക. ഇഖ്ലാലിനെ ഭംഗം വരുത്തുക തന്നെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഷർത്ത് പാലിക്കാതിരിക്കുക. അത്താലിസു, മൂന്നാമത്തെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്നൊത്തുക്കു, സംസാരിക്കുക. അംദൻ, മനഃപൂർവ്വം. ബി ഹർഫൈനി, 2 ഹർഫോ, അല്ലെങ്കിൽ ഔ ബി ഹർഫി മുഫ്ഹിമിൻ, അർത്ഥമുള്ള ഒരു ഹർഫോ. ഒരൊറ്റ ഹർഫേ ഉച്ചരിച്ചിട്ടുള്ളൂ, പക്ഷേ നല്ല വിശാലമായ അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ നാളെ ദഞ്ചാലിൽ പറഞ്ഞ ഖി എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിച്ചോ എന്നർത്ഥം. ഒറ്റ ഹർഫാണ്, പക്ഷെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതായാലുമുള്ള, അർത്ഥം ഉണ്ടായാലുമുള്ള 2 ഹർഫോ 2ൽ കൂടുതലൊക്കെ ഉള്ള ഹർഫ് സംസാരിച്ചാൽ എന്ത് ചെയ്യും, നിസ്കാരം ബാത്തിലാകും. അറാബിഉ, നാലാമത്തെ ബാത്തിലാകുന്ന കാര്യം അൽ ഫീലുൽ കസീറു, അധികരിച്ച പ്രവൃത്തിയാണ്. ബിലാ അൻ, തുടർച്ചയായിട്ട് സലാസി ഖത്വാത്തിൻ, 3 ചവിട്ടടി പോലെ 3 പ്രാവശ്യമാണ് നടക്കുക, നിസ്കാരം ബാത്തിലാവും. തഹരീക്ക് കഫീൻ, മുങ്കൈനെ അനക്കുക. മുങ്കൈ ഇങ്ങനെ 3 പ്രാവശ്യം അനക്കുക.
വറഇസിൻ അല്ലെങ്കിൽ തല 3 പ്രാവശ്യം ഇങ്ങനെ അനക്കുക. സലാസൻ കണ്ട 3 പ്രാവശ്യം തല അനക്കുക, മുൻകൈ അനക്കുക. ഇതൊക്കെ നിസ്കാരത്തെ ബാത്തിലാക്കും. വിരലുകൾ മാത്രം ഇപ്പൊ ചൊറിഞ്ഞ് എവിടെയും സ്ഥലത്ത് ചൊറിഞ്ഞാൽ മെല്ലെ കയ്യട കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് വിരൽ കൊണ്ട് മാത്രം അങ്ങനെ ചൊറിയുക. അത് 3-ൽ കൂടുതലായാലും പ്രശ്നമില്ല. അതേസമയത്ത് മുൻകൈ ഒന്നായിട്ട് ഇളക്കൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. അൽ ഖാമിസു 5-ാമത്തെ മുഫത്തിറുൽ സൗമി, നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അതുകൊണ്ടൊക്കെ നിസ്കാരവും മുറിക്കുന്നതാണ്, നിസ്കാരവും ബാത്തിലാകുന്നതാണ്.